അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാ ഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വഅലാ അസ്ഹാബി സയ്യിദിനാ മുഹമ്മദിൻ വഅല അസാത്തിദത്തിന വഅല മശായിഖിന. ഏറ്റവും പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, എല്ലാവർക്കും നബിദിന ആശംസകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെയും അവിടുത്തെ സ്വഹാബത്തിൻ്റെയും അഹ്ലുബൈത്തിൻ്റെയും സ്നേഹം ലഭിച്ചവരിൽ പെടുത്തട്ടെ. അവരെ സ്നേഹിക്കുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നവരിലും പെടുത്തട്ടെ. ഈ വർഷത്തെ പരിശുദ്ധ റബീഉൽ അവ്വലിനോടനുബന്ധിച്ച് നമുക്ക് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമയുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ അവിടുത്തെ പ്രവാചകത്വ പദവിയിലെ ഒരു പ്രധാന ഡ്യൂട്ടിയായ തസ്കിയത്തിനെ കുറിച്ച് പറയാം. അഥവാ റഹ്മത്ത് കലർന്ന അവിടുത്തെ സംസ്കരണ രീതിശാസ്ത്രത്തെക്കുറിച്ച് പറയാം. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും എടുത്തു പറഞ്ഞ ഒന്നാണ് അവിടുത്തെ തസ്കിയത്തിനെ കുറിച്ച്, അവിടുത്തെ തർബിയത്തിനെ കുറിച്ച്, അവിടുത്തെ സംസ്കരണ രീതിയെക്കുറിച്ച്. സൂറത്തു ആലു ഇമ്രാനിലെ നാം എല്ലാ റബീഉൽ അവ്വലിലും അല്ലാത്തപ്പോഴും കേൾക്കുന്ന ഒരു ആയത്താണ് ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ മേലിൽ വലിയ അനുഗ്രഹമാണ് ചെയ്തത്. ചില്ലറ അനുഗ്രഹമൊന്നല്ല, വല്ലാത്ത അനുഗ്രഹമാണ് ചെയ്തത്. എന്തിലൂടെ? ഇദ് ബഅസ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം. അവരിൽ നിന്ന് തന്നെയുള്ള, അവർക്ക് ഇടപഴകാനും ഇടപെടാനും സംസാരിക്കാനും ഒക്കെ പറ്റുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രവാചകനെ നിയോഗിച്ചുകൊണ്ട്. അത് വലിയ അനുഗ്രഹമാണ്. എന്താ അവിടുത്തെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാത്തി. അള്ളാഹുവിൻ്റെ വിശുദ്ധ ആയത്തുകളെ അവർക്ക് ഓതി കേൾപ്പിക്കും. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ ഓതി കേൾപ്പിക്കും. മാഷാ അള്ളാഹ്, നമ്മളൊക്കെ മറന്നുപോയ ഒരു ശീലമാണത്. മക്കളെ മുമ്പിലും എല്ലാവരുടെ മുമ്പിലും വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുക. അത് വല്ലാത്ത ബറക്കത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് കാണിച്ചു തന്ന ഒരു വലിയ മാതൃകയാണത്. പിന്നെയോ രണ്ടാമത്തത് എന്താ? വയുസക്കീഹിം. ഇതാണ് നമ്മുടെ വിഷയം. അവരെ സംസ്കരിക്കുക, അവരുടെ ദുർഗുണങ്ങളെ വിഭാടനം ചെയ്ത് അവിടെയൊക്കെ നല്ല ഗുണങ്ങളെ ഇൻസ്റ്റാൾ ചെയ്യുക, നല്ല ഗുണങ്ങളെ പരിശീലിപ്പിച്ചെടുക്കുക. പിന്നെയാണ് വയുഅല്ലിമുഹുമുൽ കിതാബ്, അവർക്ക് വിശുദ്ധ ഖുർആനിലെ വിധിവിലക്കുകൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നത്. വൽ ഹിക്മത, തിരുസുന്നത്തിലൂടെ ഹദീസിലൂടെയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക എന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങളുടെ ഒരു പ്രധാന ഡ്യൂട്ടിയാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്, ആത്മസംസ്കരണം. ഇത്തരം വേറെയും ആയത്തുകൾ കാണാം. സൂറത്തുൽ ജുമുഅയിലൊക്കെ ഇത്തരം ആയത്തുകളുണ്ട്. ഹദീസിൽ കാണാം, ഇന്നമാ ബുഇസ്തു ലിഉതമ്മിമ മകാരിമൽ അഖ്ലാഖ്. എന്നെ നിയോഗിക്കപ്പെട്ടത് തന്നെ ഉത്തമ സ്വഭാവ ഗുണങ്ങളെ പൂർത്തീകരിച്ച് ഈ ലോകത്തെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ്. മാഷാ അല്ലാഹ്. ഹദീസിൽ കാണാം, അസ്ഖലു ഷൈഇൻ ഫിൽ മീസാൻ. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരമുള്ള കാര്യം എന്താ? അൽ ഖുലുഖുൽ ഹസൻ, നല്ല സ്വഭാവമാണ്. ആരും ഇഷ്ടപ്പെടുന്ന ഈ സൽസ്വഭാവങ്ങളെ ലോകത്ത് നടപ്പിലാക്കാനാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ നിയുക്തരായത്. അതിൽ വിജയിച്ചതിൻ്റെ സാക്ഷ്യമാണ് ലോകത്തിന് മുഴുവനും മാതൃകയായ 100,000-ൽ പരം സ്വഹാബത്തിനെ വാർത്തെടുക്കാൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾക്ക് കഴിഞ്ഞു എന്നത്. അവർ മുഴുവനും ഫോളോ ചെയ്യപ്പെടാൻ പറ്റുന്നവരുമാണ്. അവിടുന്ന് അത് സർട്ടിഫിക്കറ്റ് ചെയ്തതാണ്. ഏത് സ്വഹാബത്തിനെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അഥവാ അവരെല്ലാവരും തിരുനബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലമ തങ്ങൾ 23 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഈ സ്വഹാബത്ത് അവരെല്ലാവരും സഞ്ചരിക്കുന്ന ഖുർആനുകളാണെന്നർത്ഥം. എക്കാലത്തെയും റോൾ മോഡലുകളാണ്. ഈ തസ്കിയത്തിൻ്റെ അഥവാ ആത്മശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവാൻ
വിശുദ്ധ ഖുർആനിലെ സൂറത്തു അശംസ്, എല്ലാവർക്കും അറിയുന്ന സൂറത്താണ്, ചെറിയ സൂറത്തിൽപ്പെട്ട ഒരു സൂറത്താണ് അശംസ് എന്ന് പറയുന്ന സൂറത്ത്. ആ സൂറത്തിനെ കുറിച്ചൊന്ന് പരിശോധിച്ചാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തിന് 11ഓളം വളരെ പ്രധാനപ്പെട്ട പ്രപഞ്ച പ്രതിഭാസങ്ങളെ വെച്ചുകൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്താ തുടങ്ങുന്നത്? എങ്ങനെ? വശംസി വദുഹാഹ, സൂര്യനും അതിൻ്റെ പ്രഭയുമാണ് സത്യം. നമുക്കറിയാം സൂര്യൻ ഒരു അത്ഭുത പ്രതിഭാസമാണ്. അതിൻ്റെ വെളിച്ചമില്ലാതിരുന്നാൽ നമുക്ക് ജീവിക്കാനേ കൊള്ളില്ല, ഒന്നും ഈ ലോകത്തുണ്ടാവുകയില്ല. ആ സൂര്യനെ പിടിച്ച് അള്ളാഹു പറയാണ് വശംസി വദുഹാഹ, സൂര്യനും അതിൻ്റെ പ്രഭയുമാണ് സത്യം. പിന്നെയോ വൽ ഖമരി ഇദാ തലാഹ, സൂര്യനിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച ചന്ദ്രനുമാണ് സത്യം. പിന്നെയോ വന്നഹാരി ഇദാ ജല്ലാഹ, തെളിഞ്ഞ് പ്രഭ പരത്തുന്ന പകലാണ് സത്യം. പിന്നെയോ വല്ലൈലി ഇദാ യഗ്ഷാഹ, പകലിനെ മൂടിക്കളയുന്ന രാത്രിയാണ് സത്യം. വസ്സമായി വമാ ബനാഹ, ആകാശവും അതിൻ്റെ നിർമ്മിതിയുമാണ് സത്യം. നമ്മയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സൃഷ്ടിയാണ് ആകാശമൊക്കെ. വൽ അർദി വമാ തുഹാഹ, ഭൂമിയും അതിൻ്റെ പ്രവിശാലതയുമാണ് സത്യം. വനഫ്സിൻ വമാ സവ്വാഹ, ആത്മാവും അതിൻ്റെ സംവിധാനവുമാണ് സത്യം. നമ്മുടെ ശരീരത്തിലുള്ള ആത്മാവ് അല്ലേ, അതിൻ്റെ സംവിധാനവുമാണ് സത്യം. ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ, എന്നിട്ടോ അതിന് ധർമാധർമ്മങ്ങൾ ബോധനം ചെയ്ത അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ ബോധനം ചെയ്തിരിക്കുന്നു. എന്നിട്ട് എന്താ അള്ളാഹു പറയുന്നത്? ഖദ് അഫ്ലഹ മൻ സക്കാഹ, ഈ 11ഓളം വലിയ പ്രപഞ്ചത്തിലെ പ്രതിഭാസങ്ങളെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് എന്താ? നിശ്ചയം ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയം പ്രാപിച്ചു, ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയം പ്രാപിച്ചു. വഖാബ മൻ ദസ്സാഹ, അതിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെടുകയും ചെയ്തു. പ്രപഞ്ചത്തിലെ അത്യത്ഭുതങ്ങളായ ഈ പ്രതിഭാസങ്ങളെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നത് നിസ്കാരത്തെക്കുറിച്ചോ നോമ്പിനെക്കുറിച്ചോ അല്ല, മറിച്ച് ആത്മസംസ്കരണത്തെക്കുറിച്ചാണ്. ളുഹാ നിസ്കാരത്തിൽ, രാവിലെ നിസ്കരിക്കുന്ന ളുഹാ നിസ്കാരത്തിൽ ഈ സൂറത്ത് 1-ാമത്തെ റക്അത്തിൽ ദിവസവും പാരായണം ചെയ്യൽ സുന്നത്താക്കിയതിൻ്റെ രഹസ്യവും അതാണ്. ഈ നമ്മുടെ മനസ്സിലേക്ക് ഈ മെസ്സേജ് ഇട്ട് തരിക, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖാബ മൻ ദസ്സാഹ. ഈ മെസ്സേജ് നമുക്ക് തരാൻ വേണ്ടിയാണ് എന്നും ളുഹാ സൂറത്തിലൂടെ, മനുഷ്യൻ്റെ ജീവിതം തുടങ്ങുന്ന സമയമാണല്ലോ, അതിലൂടെ നമ്മെ ഉണർത്തുന്നത്. കാരണം നമ്മുടെ ഹൃദയം നന്നായാൽ, ഹൃദയത്തിൻ്റെ രോഗങ്ങളായ കിബിർ, ഹസദ്, ലോകമാന്യം പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഹൃദയം പരിശുദ്ധമായാൽ ആ ഹൃദയത്തിൽ നിന്ന് നല്ലത് മാത്രമേ പുറത്തു വരൂ. ആ ഹൃദയത്തിൽ നിന്ന് വരുന്ന നിസ്കാരത്തിനും നോമ്പിനുമൊക്കെ വല്ലാത്തൊരു മധുരമുണ്ടാകും. ഈ തസ്കിയത്തിലൂടെയാണ്, ഇത്തരം മനസ്സിനെ നന്നാക്കുന്നതിലൂടെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റവും സ്നേഹവും ചേർത്ത് നിർത്തലുമൊക്കെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അനുഭവിച്ചറിഞ്ഞത്. അല്ലാതെ വെറും ഒരു മസ്അല പറയുന്ന ഒരാളായിരുന്നില്ല അവിടുന്ന്, സ്വലവാത്തു റബ്ബി വസലാമുഹു അലൈഹി. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും എല്ലാം മറന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചതും, അല്ലെങ്കിൽ ജീവൻ തന്നെ നൽകാൻ പോലും അവർ സന്നദ്ധരായത്. നാം എല്ലാവരും ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് ആത്മസംസ്കരണം ഉണ്ടാവേണ്ടവരും മറ്റുള്ളവരെ സംസ്കരിക്കേണ്ടവരുമാണല്ലോ. നാം ഉപ്പയും ഉമ്മയുമാണെന്ന നിലയിൽ മക്കളുടെ ആത്മസംസ്കരണ ഉത്തരവാദിത്തമുള്ളവരാണ് നാം. അധ്യാപകരെന്ന നിലയിൽ വിദ്യാർത്ഥികളുടെ ആത്മസംസ്കരണ ഉത്തരവാദിത്തമുള്ളവരാണ് നാം. ഭർത്താവെന്ന നിലയിൽ ഭാര്യയുടെ ആത്മസംസ്കരണ ചുമതലയുള്ളവരാണ് നാം. ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൻ്റെ സ്വഭാവ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കേണ്ടവരാണ് നാം. നാട്ടിലെ പള്ളിയിലെയും മദ്രസയിലെയും ഉത്തരവാദിത്തപ്പെട്ടവനാണെന്ന നിലയിൽ നമ്മുടെ കീഴിലുള്ളവരുടെ ആത്മസംസ്കരണ ഉത്തരവാദിത്വമുള്ളവരാണ് നാം. വിവിധ സംഘടനാ പ്രവർത്തകരാണെന്ന നിലയിൽ നമ്മുടെ കീഴിലുള്ളവരുടെ ആത്മസംസ്കരണ ചുമതലയുള്ളവരാണ് നാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, നമുക്ക് ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ യുഗത്തിൻ്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് ഇസ്ലാമികമായ ആത്മസംസ്കരണമില്ലെന്നതാണ്. നിസ്കരിക്കാത്ത മക്കളെക്കുറിച്ചും കള്ളുകുടിയിലും മയക്കുമരുന്നിലും പെട്ടുപോയ മക്കളെക്കുറിച്ചും അന്യ സ്ത്രീകളുടെ പിന്നാലെ പോകുന്ന ഭർത്താക്കന്മാരെക്കുറിച്ചും ജീവിതത്തെ ചിട്ടയോ നല്ല ജോലിയോ ചെയ്യാത്ത ഭർത്താക്കന്മാരെ കുറിച്ചും
ഭാര്യയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ആദരവും ലഭിക്കാത്ത നിരവധി പരാതികൾ നാം ദിവസേന കേൾക്കുന്നു. ഒരേ സോഫയിൽ നമ്മോടൊപ്പം ഇരിക്കുന്ന മക്കൾ നമുക്കൊപ്പമല്ല. അവരുടെ കയ്യിലുള്ള മൊബൈലിലൂടെ ലോകം മുഴുവനും കാണുകയാണ്. തൊട്ടടുത്ത സീറ്റിലിരിക്കുന്ന ഭാര്യ നമുക്കൊപ്പമല്ല, അവളുടെ മൊബൈലുമായി മറ്റൊരു ലോകത്താണ്. കൂട്ടിനായി ആകെയുള്ള ഭർത്താവ് ഭാര്യയ്ക്കൊപ്പമല്ല, അവൻ മൊബൈലുമായി മറ്റാരുടെയോ ഒപ്പമാണ്. എല്ലാവരുടെയും നിസ്കാരവും വിശ്വാസവും സംസ്കാരവും ഒക്കെ അവതാളത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഒരു അവസ്ഥ നമ്മെ പേടിപ്പെടുത്തുന്നുണ്ട്. പലരും പരാതി പറയുന്നുമുണ്ട്. എല്ലാവർക്കും പരിഹാരം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലുണ്ട്. നാം നമ്മുടെ മക്കളെ ചെറുപ്പം മുതൽക്കേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണക്റ്റ് ചെയ്യുകയാണ് ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരം. ഏതെങ്കിലും വിധേന അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കേൾക്കട്ടെ. അത് മൗലിദിലൂടെ ആവട്ടെ, നബിദിനത്തിലൂടെ ആവട്ടെ, ഏതെങ്കിലും വിധേന അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് അവർ കേൾക്കട്ടെ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ സ്വലാത്ത് ചൊല്ലട്ടെ. സ്വലാത്ത് വലിയ സംസ്കരണം മക്കളിൽ ഉണ്ടാക്കും. കാരണം ഒരു സലാത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പക്കൽ നിന്നുള്ള 10 സ്വലാത്ത് കിട്ടാൻ കാരണമാകും. എത്ര? 10 സ്വലാത്ത് എന്ന് ഹദീസിൽ വന്നതാണ്. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിത് പലപ്പോഴും ചിന്തിക്കാറില്ല. മൻ സ്വല്ല അലയ്യ സ്വല്ലല്ലാഹു അലൈഹി അശ്റ എന്ന് പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ടാകും. പക്ഷെ എന്താണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടുക എന്നതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ കേടുവരുമോ? അപായപ്പെടുമോ? കള്ളുകുടിയനാകുമോ? നിസ്കാരം ഉപേക്ഷിക്കുന്നവനാകുമോ? ഹറാമുകൾ ചെയ്യുന്നവനാകുമോ? ഇല്ല, ഒരിക്കലുമില്ല. പക്ഷേ നമ്മുടെ മക്കൾ അഥവാ ചെറുപ്രായം മുതൽക്ക് LKGയിലും മറ്റുമൊക്കെ പോകുന്ന കാലം മുതൽക്ക് എത്ര സ്വലാത്ത് ചെല്ലുന്നുണ്ട് എന്ന് ആലോചിക്കുക. ആ അറ്റമില്ലാത്ത അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ഒരു ദിവസം എത്ര സ്വലാത്ത് ചെല്ലാനുള്ള അവസരം നാം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ആലോചിക്കുക. നാം അതിന് കാരണമാവുന്നുണ്ടോ എന്നും ചിന്തിക്കുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്റുകൾക്ക് പുറമെ സ്വലാത്ത് ശീലിപ്പിക്കാൻ നമുക്ക്. ബാങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ സ്വലാത്ത് പരിശീലിപ്പിക്കാം. ബാങ്കിൻ്റെ ശേഷമുള്ള ദുആയിൽ സ്വലാത്ത് പരിശീലിപ്പിക്കാം. അവിടുത്തെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ചൊല്ലി പരിശീലിപ്പിക്കാം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സ്വലാത്ത് ചൊല്ലിപ്പിക്കാം. പുസ്തകം വായിക്കാനും എഴുതാനും തുടങ്ങുമ്പോൾ അത് സ്കൂളിലെ പുസ്തകങ്ങളാണെങ്കിൽ പോലും ബിസ്മിയും സ്വലാത്തും ശീലിപ്പിക്കാം. ഉറങ്ങുമ്പോൾ ഒരു 10 സ്വലാത്ത് ചൊല്ലിപ്പിച്ച് ശീലിപ്പിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതുപോലെ. ബഹുമാനപ്പെട്ട ഇമാം സഹാബി റളിയല്ലാഹു തആല അൻഹു തൻ്റെ അൽ ഖൗലുൽ ബദി എന്ന് പറയുന്ന സ്വലാത്തിനെ കുറിച്ച് മാത്രം എഴുതിയൊരു പുസ്തകമുണ്ട്. അതിലൊരു ഹദീസ് റിപ്പോർട്ട് ചെയ്തത് കാണാം. ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തതായിട്ട്. എന്താ? മാ മിൻ അബ്ദൈനി മുതഹബ്ബൈനി ഫില്ലാഹ്. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിച്ച 2 ആളുകൾ അവരെന്ത് ചെയ്തു? ഫയതസാഫഹാനി വയുസല്ലിയാനി അലന്നബി. അവർ കണ്ടുമുട്ടുകയും അങ്ങനെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയും എന്നിട്ട് അവർ 2 പേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വലാത്ത് ചൊല്ലുകയും ചെയ്താൽ ഇല്ലാ ലം യതഫറഖാ ഹത്താ യുഗ്ഫറ ലഹുമാ ദുനൂബുഹുമാ മാ തഖദ്ദമ വമാ തഅഖർ. മാഷാ അല്ലാഹ്. എന്തേ ചെയ്തിട്ടുള്ളൂ? 2 ചങ്ങാതിമാർ, അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹമുള്ളവരാണ്, സ്നേഹിച്ച് മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല. അവർ കണ്ടുമുട്ടി സലാം പറഞ്ഞ് കൈമുസാഫത്ത് ചെയ്തു. കൂട്ടത്തിൽ എന്ത് ചെയ്തു? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത്. എന്തുകൊണ്ട് ഇത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൂടാ? മക്കൾ രാവിലെ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത്, കൂട്ടുകാരെ കാണുന്ന സമയത്ത് കൈപിടിച്ച്, മുസ്ലിമീങ്ങളായ കൂട്ടുകാരോട് കൈപിടിച്ച് സലാം പറയുകയും സ്വലാത്ത് ചെല്ലിപ്പിക്കുകയും ചെയ്തുകൂടാ? വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഉമ്മയും ഉപ്പയും എന്തുകൊണ്ട് ഇത് ശീലിപ്പിച്ചുകൂടാ? ഇന്ന് മുതൽക്ക് നമുക്കൊക്കെ ശീലിക്കാൻ പറ്റിയ ഒരു സുന്നത്ത് കൂടിയാണിത്. അങ്ങനെ 3-4 വയസ്സായ നമ്മുടെ മക്കളെ സ്വലാത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് കണക്ട് ചെയ്താൽ ആ ചങ്ങല ഒരാൾക്കും മുറിക്കാൻ കഴിയില്ല. ആ കുട്ടിയെ ഒരാൾക്കും പിഴപ്പിക്കാൻ കഴിയില്ല. ആ കുട്ടിക്ക് അസുഖങ്ങൾ കുറയും. അവൻ്റെ മുഖത്ത് എപ്പോഴും പ്രകാശം കാണാം. കാരണം എന്താ? അള്ളാഹുവിൻ്റെ പ്രത്യേക റഹ്മത്ത് അവന് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവന് വേണ്ടി മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ട്. അവൻ്റെ പേര് പരിശുദ്ധ മദീനത്ത് പരാമർശിക്കപ്പെടുന്നുണ്ട്. ഹബീബിൻ്റെ തിരുനോട്ടം അവന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ
വെറും ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ച് അവസാനം ഡിഗ്രി കഴിയുമ്പോഴേക്ക് കുട്ടി മറ്റെന്തോ വിശ്വാസത്തിൻ്റെ ഉടമയായിട്ടുണ്ടാകും. നിസ്കാരമോ ഖുർആൻ പാരായണമോ നടത്താത്ത ആ മുസ്ലിം മക്കളെപ്പോലെയായതിന് ശേഷമാണ് നാം കണ്ണു തുറക്കുക. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ, നമ്മുടെ മക്കളെ സ്വാധീനങ്ങളിൽ പെടുത്തട്ടെ. അപ്പോഴാണ് നാം കരയാൻ തുടങ്ങുക. നാം ഉസ്താദെ എൻ്റെ കുട്ടി നിസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല, അവൻ സുബഹിക്ക് എഴുന്നേൽക്കുന്നില്ല എന്നൊക്കെ പറയാനും ചിന്തിക്കാനും തുടങ്ങുന്നത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ആ പ്രായത്തിൽ മാറ്റം വരാൻ വളരെ പ്രയാസമാണ്, നന്നാക്കാൻ വളരെ പ്രയാസമാണ്. രാവിലെ മുതൽ രാത്രി വരെ നമ്മുടെ മക്കൾ ഇടപഴകുന്നതും കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ അവരുടെ ഈമാനിനെ കെടുത്തിക്കളയുന്നവയാണ്, അവരുടെ ആത്മാവിനെ നാശത്തിനാക്കുന്ന മാരക വിഷങ്ങളുള്ളവയാണ് എന്ന് നാം ഇനിയെങ്കിലും തിരിച്ചറിയണം. അതിനെതിരെ എന്തെങ്കിലും ഒരു പ്രതിരോധ കുത്തിവയ്പ് നാം നൽകേണ്ടതില്ലേ? നാം ആലോചിക്കുക. രാവിലെ മുതൽക്ക് നമ്മുടെ മക്കൾ മൊബൈലിലും മറ്റുമായി അവർ ഇടപഴകുന്നത് മുഴുവനും അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത കാര്യങ്ങളിലായിരിക്കും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിലായിരിക്കും. അത് സ്കൂൾ പുസ്തകങ്ങളാവട്ടെ എന്തൊക്കെയാവട്ടെ, അതിൽ നിന്ന് ഒരു പ്രതിരോധ കുത്തിവെപ്പ് നാം നൽകേണ്ടതില്ലേ? അതിന് പറ്റിയ ഏറ്റവും വലിയ പ്രതിരോധ കുത്തിവെപ്പാണ് സ്വലാത്തിലൂടെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണക്ട് ചെയ്തു വെക്കുക എന്നത്. ഇന്നത്തെ മൊബൈലിനെയോ ഇന്നത്തെ പാഠ്യപദ്ധതികളെയോ ഇതൊന്നും നമുക്കില്ലായ്മ ചെയ്യാൻ കഴിയുകയില്ല. അതിലൂടെയൊക്കെ എന്തൊക്കെ മോശം സംസ്കാരങ്ങൾ നമ്മുടെ മക്കളിലേക്ക് കുത്തിവെക്കപ്പെട്ട് നമ്മുടെ മക്കളിലേക്ക് മാരകമായ വിഷങ്ങൾ കടന്നു വരുന്നുണ്ടെങ്കിലും അതിനെ പ്രതിരോധിക്കാൻ പറ്റിയ ഏറ്റവും വലിയ മരുന്നാണ്, പ്രതിരോധ കുത്തിവയ്പ്പാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സ്വലാത്തിലൂടെ അവരെ കണക്ട് ചെയ്തു വെക്കുക എന്നത്. രക്ഷിതാക്കളായ നാം സ്വലാത്ത് അവരെ കേൾക്കെ ചൊല്ലുന്നതിലും എഴുതുന്നതിലുമൊക്കെ മാതൃകയാവുകയും വേണം. അപ്പോഴാണ് നമ്മുടെ മക്കൾ ഒരു പ്രത്യേക സംരക്ഷണ വലയത്തിലാകും. അള്ളാഹുവിൻ്റെ നോട്ടം അവരിലേക്കുണ്ടാകും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടം അവർക്കുണ്ടാകും. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. നമ്മുടെ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിൻ്റെ ബറക്കത്ത് കൊണ്ട് പരിശുദ്ധ റബീഉൽ അവ്വലിനെ അള്ളാഹു പൊരുത്തപ്പെട്ട രീതിയിൽ സ്വീകരിക്കാനും അതിലെമ്പാടും സ്വലാത്ത് ചെല്ലാനും മൗലിദ് ഓതാനും ഒക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു തആല ഈ മാസത്തിൻ്റെ ഹക്ക് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെ മാതാപിതാക്കൾ, വലിയമ്മമാർ, വലിയുപ്പമാർ, അമ്മായിമ്മമാർ, അമ്മോശന്മാർ, ഉസ്താദുമാർ, മശായിഖന്മാർ എല്ലാവരുടെയും സ്ഥാനം അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. ഫലസ്തീനിന് അള്ളാഹു മോചനം നൽകട്ടെ. ശത്രുക്കൾ അള്ളാഹു തആല പരാജയപ്പെടുത്തട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ വൽഹംദുലില്ലാഹി റബ്ബിൽ